11 വയസ്സുകാരനും അവൻ്റെ കുറേ സുഹൃത്തുക്കളും നിരന്തരം പട്ടിണി കൊണ്ട് ജീവിക്കുന്ന കുറേ കുഞ്ഞുങ്ങളാണ്. ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഒരു രാത്രി ആ പട്ടണത്തിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരുപാട് കടകളിലെ പിന്നാമ്പുറങ്ങളിൽ ചെന്ന് അവർ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ്. ഒരുപാട് കടകളിൽ നിന്ന് അവരെ നിരസിച്ച് അവഗണിച്ച് അവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ ദൂരെ അവരുടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബോർഡിൽ മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന വലിയ ഒരു ബ്രാൻഡിൻ്റെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മറയുകയാണ്. ആ ബ്രാൻഡിൻ്റെ പിന്നാമ്പുറത്തേക്ക്, ആ കടയുടെ പിന്നാമ്പുറത്തേക്ക് ഈ കുട്ടികളെല്ലാവരും കൂടെ പോയിട്ട് യാചിക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും തരണം, ഇവിടെ അധികം വന്ന എന്തെങ്കിലും ബർഗർ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അവിടെ ജോലി ചെയ്ത യഗ്നയും യഗ്നയുടെ സുഹൃത്തുക്കളും ഈ കുട്ടികളെ കാണുന്നു. ഈ കുട്ടികൾക്ക് അടുത്തേക്ക് വരുന്നു. നിങ്ങളൊന്നും കഴിച്ചില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും പഴയ എന്തെങ്കിലും ഭക്ഷണം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറേ ബർഗറുകൾ ഈ കുട്ടികൾക്ക് സമ്മാനമായി കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അതൊരു നിരന്തരം ദൈനംദിന ജീവിതത്തിൽ എന്ന പോലെ ഈ കുട്ടികൾ നിരന്തരം വരുന്നു. വീണ്ടും വീണ്ടും ഇവർ അധികം വന്ന ബർഗറുകൾ അവർക്ക് സമ്മാനമായി നൽകുന്നു. ആ കുട്ടികൾ വളരുന്നു. പിൽക്കാലത്ത് ഈ കുട്ടികളിൽ ഒരാൾ, ആദ്യം പറഞ്ഞ 11 വയസ്സുകാരൻ, ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നു. ലോകമറിയപ്പെട്ട ഒരു സെലിബ്രിറ്റിയും ഒരു ഫുട്ബോൾ താരമൊക്കെ ആയി മാറുന്നു. അതിസമ്പന്നനായ ഒരു മനുഷ്യനാകുന്നു. ആ മനുഷ്യൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോക പ്രശസ്തിയിലും ഉന്നതിയിലും നിൽക്കുന്ന ആ ഒരു ലോക ഫേമസ് ആയിട്ടുള്ള ആ ഒരു താരം. പക്ഷെ ആ താരത്തിൻ്റെ ഉയർച്ചയിലെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോറിയിട്ട ഒരേ ഒരു പേര് യഗ്നയുടേതായിരുന്നു. ഒരുപാട് നാളത്തെ അന്വേഷണത്തിനൊടുവിൽ യഗ്നയെ കണ്ടെത്താനായില്ല. ഒരുപാട് അന്വേഷിച്ചു. പോർച്ചുഗലിൻ്റെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ചെറിയ കോളനികൾ എല്ലായിടത്തും യഗ്നയെ അന്വേഷിച്ചു. വർഷങ്ങൾ നീണ്ട ഒരു അന്വേഷണം. പക്ഷേ യഗ്നയെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം യഗ്നയെ കണ്ടെത്തി. യഗ്നയെ കണ്ടെത്തിയപ്പോൾ യഗ്നയ്ക്ക് കൊടുക്കാൻ വേണ്ടി അതിമനോഹരമായ ഒരു സമ്മാനവും നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ബാല്യകാലത്തിൽ വിശപ്പടക്കാൻ വേണ്ടി ഒരു ബർഗർ കൊടുത്ത, ഒരു ഭക്ഷണം കൊടുത്ത ആ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ആ ഒരു സഹോദരിക്ക് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ സമ്മാനമായി കൊടുത്തത് മനോഹരമായൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. തൻ്റെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തൻ്റെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഫേമസ് ആയിട്ട്, ഇത്രയും വലിയ താരമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലൊരാൾ അവരെ കാത്തിരുന്ന് അവർക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തപ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഗുണപാഠം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ ജീവിതത്തിലും പിൽക്കാലത്ത് നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെ നമ്മളെ സഹായിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മറക്കരുത്. അതുതന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് വേണ്ടി കുറിച്ചിടുന്നത്.